മുറ്റത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ ഉലാത്തുമ്പോഴായിരുന്നു കേട്ടോ എന്നെപ്പോലെ ഉലാത്തുന്ന മറ്റൊരാളെ ഞാൻ കാണുന്നത്. ഇയാളെ കണ്ട പാടെ അകത്തേക്ക് ഓടി ഫോൺ എടുത്ത് വന്നത് എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുന്ന തിരക്കിലായിരുന്നു. ഒറ്റ നോട്ടത്തിൽ തന്നെ വല്ലാത്തൊരു ക്രഷ് അടിച്ചു കേട്ടോ. അവൻ്റെ നടത്തവും പീലിയും നിറവും കണ്ണും എൻ്റെ മാഷയെ എന്നെ ചുറ്റുള്ളതൊന്നും കാണാൻ കഴിഞ്ഞില്ല. കൂടുതൽ കൂടുതൽ അടുത്തേക്ക് വരുന്തോറും നെഞ്ച് വല്ലാത്തൊരു പിടപ്പായിരുന്നു. ഒരുപാട് മൈലുകൾ വരുന്ന സ്ഥലമാണെങ്കിലും ആദ്യമായിട്ടാട്ടോ ഒരു മൈലിനെ ഇത്ര അടുത്തുനിന്ന് കാണുന്നത്. അവൻ്റെ സൗന്ദര്യത്തിന് മുന്നിൽ മതിമറന്ന് നിന്ന 2 മിനിറ്റ് കൊണ്ട് അവനെ കാണാതെയായി കേട്ടോ. പിന്നെ അവനെ കിട്ടിയത് ഷീറ്റിൻ്റെ മുകളിൽ നിന്നാണ്. പീലികൾ മാത്രമേ കാണാൻ പറ്റിയെങ്കിലും കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി കേട്ടോ മുഴുവനായിട്ട് കിട്ടുമെന്നറിയാൻ. അങ്ങനെ അടുത്ത പറമ്പിലോട്ട് കയറി അവനെ നന്നായിട്ടൊരു ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ച സമയം നോക്കി അവൻ അവിടെ നിന്നും കാണാതായിട്ടോ. കാണാതായി പിന്നെ അവനെ നോക്കിയപ്പോൾ അവൻ്റെ ഒരു ഓട്ട മത്സരമാണ് ഞാൻ കണ്ടത്. നിങ്ങൾക്ക് കാണണ്ടേ? ഓടിമറിയുന്ന അവനെ കണ്ടപ്പോൾ സത്യത്തിൽ സങ്കടമായിട്ടുണ്ടായത്. പക്ഷേ കുറച്ച് നേരത്തിന് ശേഷം കുറേ പെൺമയിൽ വീടിൻ്റെ തൊട്ടടുത്തുള്ള വീട്ടിലിരിക്കുന്ന കണ്ടപ്പം വെറുതെ ഒന്ന് സൂം ചെയ്ത് നോക്കിയതാട്ടോ. അപ്പോഴല്ലേ നമ്മുടെ മൈലച്ചാർ അവിടെ കയറി ഇരിപ്പാണെന്ന് അറിഞ്ഞത്. നിങ്ങൾ കാണുന്നുണ്ടോ അവൻ്റെ ആ നൃത്തം? അവൻ്റെ ആ നൃത്തം കാണാൻ വേണ്ടി മാത്രം ഞാൻ അടുത്തേക്ക് ചെന്ന് നോക്കിയിട്ടോ. നിങ്ങൾ കാണുന്നില്ലേ അവൻ മെല്ലെ മെല്ലെ അങ്ങോട്ടും ഇങ്ങോട്ടും ആ പീലിയിട്ടാട്ടുന്നത്? എത്ര ഭംഗിയല്ലേ അവൻ്റെ ആ പീലികൾ കാണാൻ വേണ്ടിയിട്ട്. അവൻ്റെ നൃത്തത്തെ ശല്യം ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് അധികം അടുത്തേക്കൊന്നും പോയില്ല കേട്ടോ. എങ്കിലും ചെറുതായിട്ടൊക്കെ അവൻ്റെ നൃത്തം കാണാൻ പറ്റി. ആദ്യമായിട്ടാ ഒരു മയിലിൻ്റെ നൃത്തം കാണുന്നത്, അതും ഇത്ര എടുത്തുനിന്ന്. എന്ത് രസമല്ലേ. എന്നെപ്പോലെ കുറേ ആൾക്കാരുണ്ടായിരുന്നു ഈ നൃത്തം കാണാൻ വേണ്ടിയിട്ട്. എല്ലാവരും ഇവൻ്റെ ഡാൻസ് എടുക്കുന്ന തിരക്കിലായിരുന്നു കേട്ടോ. ഒടുവിൽ അവൻ്റെ നൃത്തം കഴിഞ്ഞ് അവനൊരു നല്ല ഫോട്ടോ ക്ലിക്ക് ചെയ്തതിന് ശേഷം കേട്ടോ അവനോട് ബൈ ബൈ പറഞ്ഞ് ഞങ്ങൾ പോകുന്നത്.